പനാമ കനാൽ തിരിച്ചുപിടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഡൊണാൾഡ് ട്രംപ്. കനാലിലൂടെ അമേരിക്കൻ കപ്പലുകൾ കടന്നുപോകാൻ കൂടുതൽ തുക ഈടാക്കുന്നതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. അരിസോണയിലെ പൊതുപരിപാടിയിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. പനാമ കനാൽ തെറ്റായ കൈകളിൽ എത്തിപ്പെടാതിരിക്കാനാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നും ട്രംപ് പറഞ്ഞു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ അത് ഈ വിഷയത്തിലും കൂടെ എത്തിയിരിക്കുന്നു എന്നതാണ്. കാരണം അമേരിക്കൻ കപ്പലുകൾ പനാമ കനാലിലൂടെ കടന്നു പോകാൻ കൂടുതൽ തുക ഈടാക്കുന്നത് ട്രംപിനെ പ്രകോപിപ്പിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കാനായി ട്രംപ് മുൻകൈയെടുത്ത് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഐസൻ, വിശദാംശങ്ങൾ. മേഖലയിൽ ചൈനയുടെ പിടിമുറുക്കൽ ശക്തമാകുന്നു എന്ന ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ശക്തമായ നീക്കങ്ങൾക്ക് നീങ്ങുന്നത്. ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പനാമ കനാലിലൂടെ അമേരിക്കൻ കപ്പലുകളും അതുപോലെ തന്നെ സമാനമായ പല രാജ്യങ്ങളുടെയും കപ്പലുകൾ കടന്നു പോകുമ്പോൾ അധിക തുക ഈടാക്കുന്ന ഒരു രീതി ഈ അടുത്ത ദിവസങ്ങളിലായി ഉണ്ടാകുന്നുണ്ട്. അത് അതിശക്തമായി എതിർക്കുക തന്നെ ചെയ്യും. പനാമ കനാൽ നിർമ്മിച്ചത് അമേരിക്കക്കാരാണ്. നിരവധി പേരുടെ ജീവത്യാഗം കൊണ്ട് നിർമ്മിക്കപ്പെട്ട കനാലായതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണ അധികാരം വിട്ടുതരാനൊന്നും തയ്യാറല്ല. മാത്രമല്ല, അത് തെറ്റായ കരങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. രൂക്ഷമായൊരു വിമർശനം കൂടി ട്രംപ് ഉയർത്തുന്നത് നേരത്തെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയായ ജിമ്മി കാർട്ടറെ കുറിച്ചാണ്. ജിമ്മി കാർട്ടർ ഒരു ബുദ്ധിപരമല്ലാത്ത ഒരു തീരുമാനത്തിലൂടെ പനാമ കനാൽ വിട്ടുകൊടുക്കുകയായിരുന്നു. അത് തീർത്തും അംഗീകരിക്കാനാവില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പനാമ കനാലിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തുടർന്നാൽ പനാമ കനാൽ തിരിച്ചെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തീർച്ചയായും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത രംഗത്ത് നിർണായകമായ ഒരു തീരുമാനമായി തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. അനു.